നമസ്കാരം. ജീവൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9164 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്തുക. 1,96,000-ലധികം വോട്ടർമാർ. അടിയൊഴുക്കുകൾ നിർണായകം. സർവകലാശാല വൈസ് ചാൻസലർ നിയമനം ഗവർണറെ എതിർക്കാൻ ഉറച്ച സർക്കാർ. വെറ്റിനറി സർവകലാശാലയിലും സ്ഥിരം VC നിയമനത്തിന് നടപടി. തദ്ദേശ സ്വയംഭരണ വാർഡ് പുനർവിഭജനം കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ച സർക്കാർ. വാർഡുകളുടെ അതിർത്തികൾ വരച്ചത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്. ബലാത്സംഗ കേസ് നടൻ സിദ്ദിഖിന് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്ന് കോടതി. അനധികൃത കുടിയേറ്റക്കാരെ മുഴുവൻ ഒഴിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ദേശീയ അടിയന്തരാവസ്ഥ ആലോചനയിൽ. നടപടി രാജ്യത്തിന് ദോഷകരമെന്ന് വിദഗ്ധർ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9164 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാർത്തകൾ വിശദമായി. അപ്രതീക്ഷിത ട്വിസ്റ്റുകളും ടേണുകളും നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സാക്ഷിയായ പാലക്കാട് മണ്ഡലത്തിൽ നാളെ വിധിയെഴുത്ത്. കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും സംഭവബഹുലമായ പ്രചാരണത്തിന് ശേഷമുള്ള വിധിയെഴുത്ത് 3 മുന്നണികൾക്കും നിർണായകമാണ്. ഇന്നലെ പരസ്യപ്രചാരണം അവസാനിച്ച മണ്ഡലത്തിൽ നിശബ്ദ പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഷാഫി പറമ്പിൽ ജയിച്ച പാലക്കാട് നിലനിർത്തുവാനുള്ള പോരാട്ടത്തിലാണ് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസിനെ ഞെട്ടിച്ച പാർട്ടി വിട്ട പീസറിന് LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്റെ രാഷ്ട്രീയ തീരുമാനം ശരിയാണെന്ന് തെളിയിക്കുകയും വേണം. 3-ാം സ്ഥാനത്ത് നിന്ന് 1-ാം സ്ഥാനത്തേക്കുള്ള കുതിപ്പാണ് LDFും CPMും ലക്ഷ്യം വെക്കുന്നത്. മെട്രോമാൻ ശ്രീധരനിലൂടെ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ മുന്നേറ്റം തുടരുവാനാകുമെന്നും ഇത്തവണ കൃഷ്ണകുമാറിലൂടെ മണ്ഡലം പിടിക്കാമെന്നും BJP കണക്കുകൂട്ടുന്നു. കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ ചുവടുമാറിയതിന്റെ ചലനങ്ങളും മണ്ഡലത്തിൽ വലിയ ചർച്ചയാണ്. 1,94,706 വോട്ടർമാരാണ് ബുധനാഴ്ച വിധിയെഴുതുന്നത്. ഇതിൽ 1,290,000 പേർ സ്ത്രീ വോട്ടർമാരാണ്. ആകെ വോട്ടർമാരിൽ 2,306 പേർ 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും 2,445 പേർ 18-നും 19-നും ഇടയിൽ പ്രായമുള്ളവരുമാണ്. 780 പേർ ഭിന്നശേഷിക്കാരും 4 പേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ്. 229 പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രവാസി വോട്ടർമാരുടെ എണ്ണം. ഉപതെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാർക്ക് അസൗകര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക പരിഗണന നൽകിയാണ് തെരഞ്ഞെടുപ്പ്. ഭിന്നശേഷി സൗഹൃദം ഉറപ്പുവരുത്തുന്നതിനായി 184 ബൂത്തുകളും താഴത്തെ നിലയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. വയനാട്ടിൽ UDF LDF മുന്നണികൾ പ്രഖ്യാപിച്ച ഹർത്താൽ പുരോഗമിക്കുന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മുണ്ടക്കെ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിലും ദുരന്തബാധിതരുടെ പുനരധിവാസം വൈകുന്നതിലും പ്രതിഷേധിച്ചാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ UDF ഹർത്താൽ പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക സഹായം അനുവദിക്കാത്തതിലും ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിലും പ്രതിഷേധിച്ചാണ് LDF ഹർത്താൽ. വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലെ നിരത്തിലിറങ്ങിയ സ്വകാര്യ വാഹനങ്ങളടക്കം ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. ഹർത്താലിനോടൊപ്പം പ്രതിഷേധ പരിപാടികൾ വരും ദിവസങ്ങളിലും തുടരുമെന്ന് മുന്നണികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. സർവകലാശാല വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ഗവർണറെ എതിർക്കാൻ ഉറച്ചുതന്നെ സർക്കാർ. സാങ്കേതിക സർവകലാശാലയ്ക്ക് പിന്നാലെ വെറ്റിനറി സർവകലാശാലയിലും സർക്കാർ സ്ഥിരം VC നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനത്ത് വൈസ് ചാൻസലർ നിയമനത്തെ ചൊല്ലിയുള്ള തർക്കം കാലങ്ങളായി തുടരുന്നതാണ്. നിയമനാവകാശം തനിക്കാണെന്ന് സർക്കാരും ഗവർണറും പരസ്പരം വാദിക്കുമ്പോൾ താൽക്കാലിക ചുമതലയ്ക്ക് പോലും സർവകലാശാലകളിൽ ആളില്ല. ഈ ഘട്ടത്തിൽ സ്ഥിരം തസ്തികകളിലേക്കുള്ള നിയമന പ്രക്രിയയിൽ സർക്കാർ വീണ്ടും ഒരു ചുവടുകൂടി വയ്ക്കുകയാണ്. സാങ്കേതിക സർവകലാശാലയിലെ സ്ഥിരം VC നിയമനത്തിലുള്ള നീക്കത്തിന് പിന്നാലെ വെറ്റിനറി സർവകലാശാലയിലും സർക്കാർ വൈസ് ചാൻസലർക്കായി വിജ്ഞാപനം പുറത്തിറക്കി. ഗവർണറെ മറികടന്ന് സർക്കാർ രൂപീകരിച്ച സെലക്ഷൻ കമ്മിറ്റിയാണ് വിജ്ഞാപനം പുറത്തിറക്കിയത്. സർവകലാശാലകളിലെ 10 വർഷ പ്രൊഫസർഷിപ്പോ ഗവേഷണ സ്ഥാപനങ്ങളിൽ 10 വർഷം അക്കാദമിക് ചുമതലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കോ അപേക്ഷിക്കാം. അപേക്ഷകൾ ഡിസംബർ 7-നുള്ളിൽ രജിസ്റ്റേർഡ് തപാലായും ഇമെയിൽ മുഖേനയും സർവകലാശാലയിൽ എത്തിക്കണം. ശേഷം സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പാനലിൽ നിന്നാകും നിയമനം നടത്തുക. അതേസമയം അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിലും യോഗ്യതയുള്ള അക്കാദമിക് വ്യക്തികളെ കൂടി കമ്മിറ്റി പരിഗണിക്കും.
5 വർഷത്തേക്കല്ലെങ്കിൽ 70 വയസ്സാകുന്നതുവരെയാണ് നിയമനം. വിഷയത്തിൽ ഗവർണറുടെ നിലപാട് എന്ത് എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് ജീവൻ. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. പരാതി നൽകിയത് 8 വർഷത്തിന് ശേഷമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിദ്ദിഖിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ ഇടക്കാല മുൻകൂർ ജാമ്യത്തിലാണ് സിദ്ദിഖ്. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകി. സിദ്ദിഖ് പാസ്പോർട്ട് ഹാജരാക്കണമെന്നും അന്വേഷണത്തോട് സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസുമാരായ ബേലയം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടെ ബെഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. കഴിഞ്ഞ ആഴ്ച ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സിദ്ദിഖിന്റെ അഭിഭാഷകൻ മുകുൾ റോത്തഗിയുടെ ആവശ്യപ്രകാരമാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. ന്യൂസ് ഡെസ്ക് ജീവൻ. കർണാടക ഉടുപ്പിയിൽ മാവോയിസ്റ്റ് നേതാവ് വിക്രം ഗൌഡ കൊല്ലപ്പെട്ടു. ഹെബ്രി വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്നാണ് വിവരം. 2016 നിലമ്പൂർ ഏറ്റുമുട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട മാവോയിസ്റ്റ് നേതാവാണ് വിക്രം ഗൌഡ. ദക്ഷിണേന്ത്യയിലെ പ്രധാന മാവോയിസ്റ്റ് നേതാക്കളിൽ ഒരാളായ വിക്രം ഗൌഡ ചിക്കമംഗ്ലൂർ ഹെബ്രി വനമേഖലയിൽ കഴിയുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് പോലീസും ANF-ഉം സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് വിക്രം ഗൌഡ കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെയോടെയാണ് വിക്രം ഗൌഡ കൊല്ലപ്പെട്ടത്. 2016 നവംബറിൽ നിലമ്പൂരിൽ സുരക്ഷാ സേനയുമായി നടന്ന ഏറ്റുമുട്ടലിൽ ഇയാൾക്ക് പങ്കുണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശ്, കർണാടക സർക്കാരുകൾ വിക്രം ഗൌഡയെ കണ്ടെത്തുന്നവർക്ക് നേരത്തെ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. ഇന്ത്യയുടെ ഔദ്യോഗിക ബഹിരാകാശ ഏജൻസിയായ ISRO വികസിപ്പിച്ച GSAT-20 വാർത്താവിനിമയ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം വിജയം. വിദൂര പ്രദേശങ്ങളിൽ ബ്രോഡ്ബാൻഡ് സേവനങ്ങളും യാത്രാ വിമാനങ്ങളിൽ ഇന്റർനെറ്റും നൽകുന്ന ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ അത്യാധുനിക ആശയവിനിമയ ഉപഗ്രഹമാണ് GSAT-20. അമേരിക്കൻ ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചാണ് GSAT-20 വിക്ഷേപിച്ചത്. ഫ്ലോറിഡയിലെ കേപ്പ് കനാവറിലുള്ള സ്പേസ് കോംപ്ലക്സ് 40ൽ നിന്ന് പുലർച്ചെ 12:01 വിക്ഷേപണം. 12:36 വിചാരിച്ച പോലെ തന്നെ മിഷൻ പൂർത്തീകരിക്കുവാനായി. വിദൂര പ്രദേശങ്ങളിൽ ബ്രോഡ്ബാൻഡ് സേവനങ്ങളും യാത്രാവിമാനങ്ങളിൽ ഇന്റർനെറ്റും നൽകുന്ന ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ അത്യാധുനിക ആശയവിനിമയ ഉപഗ്രഹമാണ് GSAT-20. ഇന്ത്യൻ മേഖലയിലുടനീളം ബ്രോഡ്ബാൻഡ് സേവനങ്ങളും ഇൻഫ്ലൈറ്റ് കണക്ടിവിറ്റിയും മെച്ചപ്പെടുത്തുന്നതിനാണ് GSAT-N2 കൃത്രിമ ഉപഗ്രഹം. ഒന്നിലധികം സ്പോട്ട് ബീമുകളും വൈഡ് ബാൻഡ് ട്രാൻസ്പോണ്ടറുകളും ഉൾക്കൊള്ളുന്ന ഈ ഉപഗ്രഹം ചെറിയ ഉപഭോക്തൃ ടെർമിനലുകളുള്ള ഒരു വലിയ സബ്സ്ക്രൈബർ ബേസിനെ പിന്തുണയ്ക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. ഇതാദ്യമായാണ് ISRO അതിന്റെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വഴി സ്പേസ് എക്സ് റോക്കറ്റിൽ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. 27 മുതൽ 40 GHz വരെയുള്ള റേഡിയോ ഫ്രീക്വൻസിയുള്ള ഒരു ശ്രേണി ഉയർന്ന ബാൻഡ്വിഡ്ത്ത് ലഭിക്കുവാൻ ഉപഗ്രഹത്തെ പ്രാപ്തമാക്കുന്ന വിപുലമായ ഗാമ ബാൻഡ് ഫ്രീക്വൻസി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപഗ്രഹം ISRO നിർമ്മിക്കുന്നതും ഇതാദ്യമായിട്ടാണ്. അതേസമയം ചാന്ദ്രയാൻ 4-5 എന്നിവയുടെ അടുത്ത റൗണ്ട് ചാന്ദ്ര ദൗത്യങ്ങൾക്കായി ISRO അതിന്റെ ഡിസൈൻ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും സർക്കാർ അനുമതിക്കായി ശ്രമിക്കുകയാണെന്നും ISRO ചെയർമാൻ S. സോമനാഥ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. മണിപ്പൂരിൽ സംഘർഷത്തിൽ ഒരാൾ കൂടി മരിച്ചു. ഇംഫാലിൽ സംഘർഷം തുടരുകയാണ്. അതേസമയം BJP കേന്ദ്ര നേതൃത്വത്തിന് മുന്നറിയിപ്പുമായി മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രംഗത്തെത്തി. കുക്കി തീവ്രവാദികൾക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ആവശ്യം. ഇംഫാലിൽ സംഘർഷം തുടരുകയാണ്. സംഘർഷത്തിൽ ഒരാൾ കൂടി മരിച്ചു. മുഖ്യമന്ത്രിയുടെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. ഇംഫാലിൽ കർഫ്യൂവും 7 ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധനവും തുടരുകയാണ്. മുഖ്യമന്ത്രി NDA MLAമാരുടെ യോഗം വിളിച്ചു. അതിലാണ് കുക്കി തീവ്രവാദികൾക്കെതിരെ കർശന നടപടി വേണമെന്നും സായുധ സേനകൾക്ക് പ്രത്യേക അധികാരം നൽകിയത് പിൻവലിക്കണമെന്നും ആവശ്യമുയർന്നത്. ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ തീരുമാനമെടുക്കുമെന്ന് ബിരേൻ സിംഗ് പറഞ്ഞെങ്കിലും എന്തായിരിക്കും ആ തീരുമാനമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. സായുധ സേനകൾക്ക് പ്രത്യേക അധികാരം നൽകിയത് പിൻവലിക്കണമെന്നും ബിരേൻ സിംഗ് പറഞ്ഞു. അതിനിടെ 20 കമ്പനി സേനയെ കൂടി മണിപ്പൂരിലേക്ക് അയക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇന്നലെ 50 കമ്പനി സേന മണിപ്പൂരിലെത്തിയിരുന്നു. NIA ഏറ്റെടുത്ത കേസുകളിൽ വൈകാതെ അന്വേഷണം തുടങ്ങും. സംഘർഷത്തിലേക്ക് നയിച്ച 3 പ്രധാന സംഭവങ്ങളിലാണ് അന്വേഷണം.
ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് 8 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 3 കുട്ടികളെയും 3 സ്ത്രീകളെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്, CRPF ക്യാമ്പിന് നേരെ ഉണ്ടായ ആക്രമണം, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികളുടെയും വസതികൾക്ക് നേരെ ഉണ്ടായ ആക്രമണം എന്നിവ അന്വേഷിക്കാനാണ് NIA തീരുമാനം. മണിപ്പൂരിലെ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. മണിപ്പൂരിൽ സാഹചര്യമേറെ സങ്കീർണമാണെന്ന യോഗത്തിൽ ഉദ്യോഗസ്ഥർ മന്ത്രിയെ ധരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താൻ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്ന നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്ന ആദ്യ ദിനം തന്നെ സൈന്യത്തെ ഉപയോഗിച്ച് പുറത്താക്കൽ നടപടികൾ തുടങ്ങാനാണ് നീക്കം. എന്നാൽ തീരുമാനം ഭീമമായ ചെലവും സാമൂഹ്യ പ്രത്യാഘാതവും ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ക്രിമിനൽ കുറ്റങ്ങൾ നേരിട്ടവരെയും ശിക്ഷിക്കപ്പെട്ടവരെയും ആദ്യം പുറത്താക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ഏകദേശം 4,25,000 പേരാണ് ആദ്യഘട്ടത്തിൽ നാടുകടത്തപ്പെടുക. കൂട്ടനാടുകടത്തലിലൂടെ ആകെ 10 മില്യണിലധികം പേരെ പുറത്താക്കിയേക്കും. ഇവരിലധികവും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരാണ്. ദേശീയ സുരക്ഷയ്ക്കും ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ് നടപടിയെന്നാണ് വിശദീകരണം. ഏകദേശം 3,000 ബില്യൺ മുതൽ $1 ട്രില്യൺ വരെ ഇതിനായി ചെലവ് വരുമെന്നാണ് കണക്കുകൂട്ടുന്നത്. മുൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആക്ടിംഗ് ചീഫ് ടോം ഹോമന്റെ നേതൃത്വത്തിലാണ് പരിഷ്കാരം നടപ്പിലാക്കുക. അതേസമയം കാലിഫോർണിയ, ഇല്ലനോയിസ്, മസാച്യുസെറ്റ്സ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ഡെമോക്രാറ്റിക് ഗവർണർമാർ ട്രംപ് ഭരണകൂടത്തിന്റെ കൂട്ടനാടുകടത്തൽ പദ്ധതിയെ ചെറുക്കുമെന്ന് വ്യക്തമാക്കി. നിർമ്മാണം, കൃഷി, ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ലിബറലുകൾ നിരീക്ഷിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് ആഞ്ഞടിച്ചിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ രക്തത്തിൽ വിഷം കലർത്തുന്ന വിദേശികൾ എന്നാണ് ട്രംപ് അന്ന് ആരോപിച്ചത്. ന്യൂസ് ഡെസ്ക് ജീവൻ. ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം. 100-ലധികം റോക്കറ്റുകളാണ് വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള തൊടുത്തുവിട്ടത്. വടക്കൻ ഇസ്രായേലി നഗരമായ ഷ്ഫറാമിലാണ് ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ പതിച്ചത്. പ്രാദേശിക സമയം അർദ്ധരാത്രിയിലായിരുന്നു റോക്കറ്റ് ആക്രമണം. ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. 41-കാരിയായ സഫ അവദാണ് മരിച്ചത്. 17 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ 41-കാരുടെയും 4 വയസ്സുകാരന്റെയും നില ഗുരുതരമാണ്. 3 നില കെട്ടിടത്തിലാണ് റോക്കറ്റ് പതിച്ചത്. കൂടാതെ നിരവധി വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുണ്ടായെന്ന് ടൈംസ് ഓഫ് ഇസ്രായേലിയും വൈറ്റ്നെറ്റ് ന്യൂസും റിപ്പോർട്ട് ചെയ്തു. നവംബർ 7 ഇസ്രായേലി തലസ്ഥാനമായ ടെൽ അവീവിലെ ബിലു സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് ഹിസ്ബുള്ളയുടെ ആക്രമണമുണ്ടായിരുന്നു. ഇസ്രായേൽ തുറമുഖ നഗരമായ ഹൈഫയ്ക്കും ടെൽ അവീവിന് സമീപത്തെ വിമാനത്താവളത്തിനു നേരെയും ഹിസ്ബുള്ള ആക്രമിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സിസേറിയയിലെ വീടും ഹിസ്ബുള്ള ഡ്രോൺ വഴി ആക്രമിച്ചിരുന്നു. നെതന്യാഹുവിന്റെ കിടപ്പുമുറിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. സ്ഫോടനത്തിൽ ഒരു മുറിയുടെ ജനൽ ചില്ല് തകർന്നിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. സ്വർണ്ണവിലയിൽ തുടർച്ചയായ 2ാം ദിവസവും വർധന. ഇന്ന് പവന് 560 രൂപ വർദ്ധിച്ച് 56,520 രൂപയായി. കഴിഞ്ഞ ദിവസം 55,960 രൂപയായിരുന്നു സ്വർണ്ണവില. 6,995 രൂപയായിരുന്നു 1 ഗ്രാം സ്വർണത്തിന്റെയും വില. ഇന്ന് 70 രൂപ വർദ്ധിച്ച് 7,065 രൂപയായി. നവംബർ 17 55,480 രൂപയായിരുന്നു 1 പവന് വില. 2 ദിവസം കൊണ്ട് 1,040 രൂപയാണ് വർദ്ധിച്ചത്. ഒക്ടോബറിൽ പവന് 59,640 രൂപ വരെ ഉയർന്ന ശേഷമാണ് സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞത്. ഈ മാസം ആദ്യം 59,080 രൂപയായിരുന്നു പവന്റെ വില. ഏറ്റവും ഉയർന്ന വിലയിൽ നിന്ന് 3,120 രൂപ കുറവാണ് നിലവിലെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചെന്ന് പരാതി. പേരാമ്പ്ര കൂത്താളി സ്വദേശിനി രജനിയാണ് മരിച്ചത്. നവംബർ 4-നാണ് രജനി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. കാലിന് വേദനയും നാവിന് തരിപ്പും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതിനുള്ള ചികിത്സ നൽകി പറഞ്ഞയച്ചെങ്കിലും വേദന കടുത്തതോടെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ആവശ്യമായ ചികിത്സ നൽകിയില്ലെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ശരീരമരവിപ്പും വേദനയുമായി എത്തിയ യുവതിക്ക് ആദ്യം നൽകിയത് മാനസിക രോഗത്തിനുള്ള ചികിത്സയാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. രോഗാവസ്ഥ തിരിച്ചറിയാതെ ചികിത്സിച്ചത് ആരോഗ്യസ്ഥിതി മോശമാക്കിയെന്നും ബന്ധുക്കൾ പറയുന്നു. അതീവ ഗുരുതരമായ ഗില്ലൈൻ ബാരി സിൻഡ്രോം കണ്ടുപിടിക്കാനോ അതിനുള്ള ചികിത്സ നൽകാനോ ആദ്യഘട്ടത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് കഴിഞ്ഞില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ.
ശബരിമലയിൽ തീർത്ഥാടക തിരക്കേറി. നട തുറന്ന് 4 ദിവസത്തിനുള്ളിൽ 2,26,923 തീർത്ഥാടകരാണ് ശബരിമലയിലെത്തിയത്. ശബരിമലയിലെത്തിയ തീർത്ഥാടകരിൽ 18,084 പേർ മാത്രമാണ് ഇതുവരെ സ്പോട്ട് ബുക്കിംഗിൽ മല കയറിയത്. തീർത്ഥാടകർ കൂടിയെങ്കിലും ദർശനത്തിന് ബുദ്ധിമുട്ടില്ല. നട തുറക്കുന്ന സമയത്ത് മാത്രമാണ് വലിയ നടപ്പന്തലിൽ വരിയുള്ളത്. അല്ലാത്തപ്പോൾ വരി നിൽക്കാതെ 18ാം പടി ചവിട്ടാൻ കഴിയുന്നുണ്ട്. വെർച്വൽ ക്യൂ കാര്യക്ഷമമായതിനാലും ദിവസവും 18 മണിക്കൂർ ദർശനം അനുവദിച്ചതിനാലുമാണ് തീർത്ഥാടകരുടെ എണ്ണം കൂടിയിട്ടും തിരക്ക് അനുഭവപ്പെടാത്തത്. നട അടഞ്ഞുകിടക്കുമ്പോഴും 18ാം പടി കയറാനുള്ള സൗകര്യം നിലവിൽ നൽകുന്നുണ്ട്. അതിനാൽ നടപ്പന്തലിൽ വലിയ തിരക്കില്ല. ഇങ്ങനെ പടി കയറുന്നവർക്ക് നട തുറന്നു കഴിയുമ്പോൾ വടക്കേ നടവഴി കയറി ദർശനം നടത്താനും കഴിയും. രാത്രി ഇത്തരത്തിൽ കയറുന്നവർക്ക് വിരിവെക്കാനുള്ള സൗകര്യം സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകരുടെ നീണ്ട നിര അനുഭവപ്പെടാത്തതിനാൽ ഫ്ളൈ ഓവർ കയറ്റാതെ നേരിട്ടാണ് നിലവിൽ ദർശനമൊരുക്കുന്നത്. അനുകൂല കാലാവസ്ഥയും മലകയറ്റം ആയാസരഹിതമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് യാത്ര സുഗമമാക്കാൻ സൗകര്യങ്ങൾ ക്രമീകരിച്ച് KSRTC. ആദ്യഘട്ടത്തിൽ 383 ബസ്സും രണ്ടാം ഘട്ടത്തിൽ 550 ബസ്സുകളും നിലയ്ക്കൽ പമ്പ റൂട്ടിൽ സർവീസ് നടത്തും. നിലയ്ക്കൽ പമ്പ റൂട്ടിൽ ഓരോ മിനിറ്റിലും KSRTC സർവീസ് ഉണ്ടായിരിക്കും. തിരക്കനുസരിച്ച് കൂടുതൽ ബസ്സുകൾ ഓടിക്കും. ലോ ഫ്ലോർ AC, ലോ ഫ്ലോർ നോൺ AC ബസ്സുകൾ ഉൾപ്പെടെ 192 ബസ്സുകളാണ് ചെയിൻ സർവീസായി പമ്പയിലെത്തിച്ചിട്ടുള്ളത്. ശനിയാഴ്ച 1000-ലധികം തവണയാണ് KSRTC ഭക്തരുമായി യാത്ര തിരിച്ചത്. വലിയ വാഹനങ്ങളിലെത്തുന്ന ഭക്തർ നിലയ്ക്കലിൽ പാർക്ക് ചെയ്ത ശേഷം KSRTC ബസ്സിൽ വേണം പമ്പയിലെത്താൻ. നിലയ്ക്കലിലെ KSRTC സ്റ്റാൻഡിൽ നിന്ന് വിവിധ പാർക്കിംഗ് കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് 2 മിനി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ദൂരെയുള്ള കേന്ദ്രങ്ങളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾക്കരികിലേക്ക് തീർത്ഥാടകർ എത്തുന്നതിന് ഈ രീതി പ്രയോജനകരമാണ്. തിരുവനന്തപുരം, ചെങ്ങന്നൂർ, കോട്ടയം, എറണാകുളം തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് പമ്പയിലേക്ക് ബസ് സർവീസ് നേരത്തെ തുടങ്ങിയിരുന്നു. ചെങ്ങന്നൂർ, തിരുവല്ല, കോട്ടയം റെയിൽവേ സ്റ്റേഷനുകളിലെത്തുന്ന തീർത്ഥാടകരെ പമ്പയിലെത്തിക്കുന്നതിന് സ്പെഷ്യൽ സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട്. പമ്പയിലെ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനും നിയന്ത്രണത്തിനുമായി 104 ജീവനക്കാരെ KSRTC നിയോഗിച്ചിട്ടുണ്ട്. ഒരു ബസ്സിന് 4 പേരെന്ന കണക്കിൽ ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ട്. 3 മെയിന്റനൻസ് വാഹനങ്ങളും ആദ്യഘട്ടത്തിലുണ്ട്. ജീവനക്കാർക്ക് വേണ്ടത്ര വിശ്രമം ഉറപ്പുവരുത്താനും ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. തിരക്ക് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സർവീസുകൾ നടത്താമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. ചാർട്ടേഡ് എഞ്ചിനീയർ കോഴിക്കോട് സ്വദേശി വിനീഷ് വിദ്യാധരന്റെ 2 പുസ്തകങ്ങൾ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു. ഗാനരചയിതാവ് K. ജയകുമാറും കോഴിക്കോട് മേയർ ബീന ഫിലിപ്പും പ്രകാശനം നിർവഹിച്ചു. 43ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിലാണ് കാലിക്കൽ ചേംബർ പ്രസിഡന്റും അർബൻ പ്ലാനറും ചാർട്ടേഡ് എഞ്ചിനീയറുമായ വിനീഷ് വിദ്യാധരന്റെ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തത്. ജീവന്റെ ഏടുകൾ എന്ന കവിതാ സമാഹാരം ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ K. ജയകുമാറും, സഫല ജീവിതത്തിന് 100 സന്ദേശങ്ങൾ എന്ന പുസ്തകം മേയർ ഡോക്ടർ ബീന ഫിലിപ്പും പ്രകാശനം ചെയ്തു. നിങ്ങളുടെ കവിതയിൽ സ്നേഹത്തിന്റെ ഒരു സ്രോതസ്, അല്ലെങ്കിൽ ഹരിതാഭയുടെ ഒരു സ്രോതസ്, ജനത്തിനോടുള്ള ഒരു അഭിനിവേശം ഒക്കെ തന്നെ അത് സ്വമേധയാ വരുന്നത് സ്വാഭാവികമാണ്. യുവർ കോൺഷ്യസ്നസ് ഈസ് പ്യുവർ. നിങ്ങളുടെ ബോധതലത്തിൽ ഇതൊക്കെ അറിയാം. പക്ഷേ നമ്മുടെ ജോലിയിൽ നമ്മൾ പലതും ചെയ്യുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് വിനീഷ് വിദ്യാധരന്റെ കവിതകള് അവരുടെ ഇൻഹറന്റായിട്ടുള്ള മൂല്യങ്ങളോട് തീർച്ചയായിട്ടും ഉണ്ട്. പ്രസിദ്ധീകരണങ്ങളുടെ ആദ്യ പകർപ്പുകൾ ഷാർജ ബുക്ക് അതോറിറ്റിയുടെ വിദേശകാര്യ എക്സിക്യൂട്ടീവ് PV മോഹൻകുമാർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ സാഹിത്യകാരി KP സുധീര, കവയിത്രി ഹണി ഭാസ്കരൻ, ലിബി അക്ബർ, T. പ്രമോദ് കുമാർ, MA സുഹൈൽ, വിനീഷ് വിദ്യാധരൻ എന്നിവർ സംബന്ധിച്ചു. കോഴിക്കോട് ലിബി പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. ജീവൻ ന്യൂസ്, കോഴിക്കോട്. കുട്ടികൾക്ക് ഫോൺ വേണ്ട എന്ന സന്ദേശവുമായി മൈജിയുടെ ബോധവൽക്കരണ ക്യാമ്പയിൻ. ശിശുദിനത്തോടനുബന്ധിച്ച് മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും പ്രചാരണം നടന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ വിൽക്കുമ്പോഴും കുട്ടികൾക്കിടയിലെ അമിത മൊബൈൽ ഫോൺ ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം നടത്തുകയാണ് മൈജി. ഫോൺ വേണ്ട, കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വേണ്ട എന്ന ക്യാമ്പയിൻ കേരളമെമ്പാടും മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ നടന്നു. അമിത മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ നിന്ന് കുട്ടികളെ ക്രിയാത്മകതയുടെ ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ വ്യത്യസ്തമായ ഒരു പ്രചാരണത്തിന് തുടക്കമിട്ടതെന്ന് മൈജി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ AK ഷാജി പറഞ്ഞു. മുതിർന്നവരുടെ ഇടയിൽ പോലും മൊബൈൽ ഫോണിന്റെ ആരോഗ്യകരമായ ഉപയോഗത്തെയാണ് മൈജി പ്രോത്സാഹിപ്പിക്കുന്നത്. അമിത മൊബൈൽ ഫോൺ ഉപയോഗം കുട്ടികളിൽ കാഴ്ചാ തകരാറുകൾ, മയോപ്പിയ, തള്ളവിരലിലും നടുവിരലിലും ഉണ്ടാക്കുന്ന ദീർഘകാല പ്രശ്നങ്ങൾ എന്നിവ സൃഷ്ടിച്ചേക്കാം.
വലിയ തോതിൽ ഡോപ്പോമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ട് ഫോൺ അഡിക്ഷൻ സൃഷ്ടിക്കപ്പെടുന്നു. ഇത് കുട്ടിയുടെ ഓർമ്മശക്തി, ഉറക്കം, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എന്നിവയെ ദോഷകരമായി ബാധിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും മൊബൈൽ ഫോൺ നൽകാതിരിക്കുക. പഠനാവശ്യങ്ങൾക്ക് മാത്രം ഫോൺ നൽകുക, മൊബൈൽ ഉപയോഗത്തിന് സമയപരിധി നിശ്ചയിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും വിദഗ്ധർ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. കോവിഡ് കാലത്തിനു ശേഷം പൊതുജനങ്ങൾക്കിടയിൽ ആരോഗ്യ സംരക്ഷണത്തിൽ പുതിയ ബോധം സൃഷ്ടിക്കപ്പെട്ടതായി മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. കോഴിക്കോട് CSCOയുടെ ആഭിമുഖ്യത്തിൽ PVS സൺറൈസ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുറ്റിച്ചിറ MM സ്കൂളിലായിരുന്നു മെഗാ മെഡിക്കൽ ക്യാമ്പ്. 500ഓളം പേർ രോഗനിർണയം നടത്തി. പ്രാഥമിക ചികിത്സയും മരുന്നും സൗജന്യമായി നൽകി. ക്യാമ്പ് മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കാലത്തിന് ശേഷം പൊതുജനങ്ങൾക്കിടയിൽ ആരോഗ്യ സംരക്ഷണത്തിൽ പുതിയ ബോധം സൃഷ്ടിക്കപ്പെട്ടതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കായിക കലാരംഗത്ത് വലിയ മാറ്റമാണ് അതിനുശേഷം സംജാതമായിട്ടുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് ജനങ്ങളിൽ ഒരു പുതിയ ബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പലതരം കൂട്ടായ്മകൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അതിനിടയിൽ രോഗങ്ങളെ മുൻകൂട്ടി നിർവഹിക്കാൻ കഴിയുന്ന ഇത്തരം ക്യാമ്പുകൾ അനുഗ്രഹമാകട്ടെ. ചടങ്ങിൽ CSCO പ്രസിഡന്റ് CBV സിദ്ദിഖ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജയകിഷ് ജയരാജ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജേഷ് സുഭാഷ്, T ജോൺ ബോസ്കോ, CPM സയ്യിദ് അഹമ്മദ്, PP അബ്ദുള്ള കോയ, PV യൂനസ്, SM സാലു, K നൌഷാദ് അലി തുടങ്ങിയവർ സംബന്ധിച്ചു. ജീവൻ ന്യൂസ് കോഴിക്കോട്. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വിശ്രമം നൽകി UEFA നേഷൻസ് ലീഗിലിറങ്ങിയ പോർച്ചുഗലിനെ ക്രൊയേഷ്യ സമനിലയിൽ തളച്ചു. ക്രൊയേഷ്യക്കെതിരെ സമനില വഴങ്ങിയെങ്കിലും നേഷൻസ് ലീഗ് A ഗ്രൂപ്പിൽ 14 പോയിന്റുമായി പോർച്ചുഗൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ക്വാർട്ടറിൽ കടന്നു. മത്സരത്തിന്റെ 33-ാം മിനിറ്റിൽ ജാവോ ഫിലിക്സാണ് പോർച്ചുഗലിനായി ലീഡെടുത്തത്. Portugal really are pushing their fullbacks forward now, aiming to do what? Well, it's a case of engaging your opponents further up the pitch to take the sting out of opposition attacks. It's effectively a wide press. Oh, that's neat. 65-ാം മിനിറ്റിൽ ജോസ്കോ ഗ്വാഡിയോൾ സമനില ഗോൾ നേടി. You could see them lose it. Rafael Leao. Here's Coutinho. Rafael Leao. Passing is crisp and sharp. Pedro Neto. Oh, shooting chance! ക്രിസ്ത്യാനോയുടെ അഭാവത്തിൽ ജാവോ ഫെലിക്സും റാഫേൽ ലിയോയുമാണ് പോർച്ചുഗൽ മുന്നേറ്റം നയിച്ചത്. മറുവശത്ത് സൂപ്പർ താരം ലുക്ക മോഡ്രിച്ചാണ് പട നയിച്ചത്. ക്രൊയേഷ്യക്കെതിരെ സമനില വഴങ്ങിയെങ്കിലും നാഷൻസ് ലീഗ് A ഗ്രൂപ്പിൽ 14 പോയിന്റുമായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി പോർച്ചുഗൽ ക്വാർട്ടറിൽ കടന്നു. 2ാം സ്ഥാനത്തുള്ള ക്രൊയേഷ്യയ്ക്ക് 8ഉം 3ാമതുള്ള സ്കോട്ട്ലൻഡിന് 7 പോയിന്റുമുണ്ട്. സ്പോർട്സ് ഡെസ്ക് ജീവൻ. മലേഷ്യക്കെതിരായ സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യക്ക് സമനില. കലണ്ടർ വർഷത്തെ അവസാന മത്സരത്തിൽ കൂടി വിജയിക്കാനാകാതെ വന്നതോടെ 2024 ഒരു മത്സരം പോലും വിജയിച്ചില്ലെന്ന നാണക്കേടും ഇന്ത്യൻ ടീമിന് സ്വന്തം. മത്സരത്തിന്റെ 19-ാം മിനിറ്റിൽ പൗളോ ജോസിയുടെ ഗോളിൽ മുന്നിലെത്തിയ മലേഷ്യക്കെതിരെ 39-ാം മിനിറ്റിൽ രാഹുൽ ബക്കയുടെ ഗോളിൽ ഇന്ത്യ സമനില പിടിച്ചു. ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗിന്റെ പിഴവിൽ നിന്നായിരുന്നു മലേഷ്യയുടെ ഗോൾ പിറന്നത്. Cukup baik untuk kita menggerakkan serangan. Saksikan dari Akia. Gerakan yang cukup baik dari Akia. Masuk dalam kawasan penalti, akan ke tengah mencari rakan tepat. Satu lagi peluang. Peluang dan Malaysia menghasilkan jaringan yang pertama. Gurpreet Singh Sandhu kecewa. Kita lihat dari Azam Azmi, hantaran tinggi, lantunan itu. 11 മത്സരങ്ങളിലാണ് 2024 ഇന്ത്യ കളത്തിലിറങ്ങിയത്. ഇതിൽ ഓസ്ട്രേലിയ, ഉസ്ബെക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഖത്തർ എന്നീ ടീമുകളോട് ഓരോ തവണയും സിറിയയോട് 2 തവണയും ഇന്ത്യ പരാജയപ്പെട്ടു. അഫ്ഗാൻ, കുവൈറ്റ്, മൗറീഷ്യസ്, വിയറ്റ്നാം, മലേഷ്യ എന്നീ രാജ്യങ്ങളോട് സമനിലയും വഴങ്ങി. ജൂലൈ 20-ന് ഇഗോൾ സ്റ്റിമാക്കിന് പകരക്കാരനായി സ്പാനിഷ് പരിശീലകൻ മനോലോ മാർക്കസ് ചുമതല ഏറ്റെടുത്തിട്ടും ടീമിന്റെ പ്രകടനത്തിൽ കാര്യമായ മാറ്റമുണ്ടായിട്ടില്ല. ഫിഫ റാങ്കിങ്ങിൽ 133-ാം സ്ഥാനക്കാരായ മലേഷ്യയോട് പോലും വിജയിക്കാനാകാത്തത് ആരാധകർക്ക് വലിയ നിരാശയാണ് നൽകുന്നത്. ഫിഫ റാങ്കിങ്ങിലെ 151-ാം സ്ഥാനക്കാരായ അഫ്ഗാനിസ്ഥാനോടും ഇന്ത്യ പരാജയപ്പെട്ടു. ഫിഫ റാങ്കിങ്ങിൽ നിലവിൽ 125-ാം സ്ഥാനത്താണ് ഇന്ത്യ. സ്പോർട്സ് ഡെസ്ക് ജീവൻ.
പ്രധാന വാർത്തകൾ വീണ്ടും. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്തുക. 1,90,000-ലധികം വോട്ടർമാർ. അടിയൊഴുക്കുകൾ നിർണായകം. സർവകലാശാല വൈസ് ചാൻസലർ നിയമനം ഗവർണറെ എതിർക്കാൻ ഉറച്ച സർക്കാർ. വെറ്റിനറി സർവകലാശാലയിലും സ്ഥിരം VC നിയമനത്തിന് നടപടി. തദ്ദേശ സ്വയംഭരണ വാർഡ് പുനർവിഭജനം. കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ച സർക്കാർ. വാർഡുകളുടെ അതിർത്തികൾ വരച്ചത് ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചു. ബലാത്സംഗ കേസ് നടൻ സിദ്ദിഖിന് സുപ്രീംകോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്ന് കോടതി. അനധികൃത കുടിയേറ്റക്കാരെ മുഴുവൻ ഒഴിപ്പിക്കുമെന്ന ഡൊണാൾഡ് ട്രംപ്. ദേശീയ അടിയന്തരാവസ്ഥ ആലോചനയിൽ. നടപടി രാജ്യത്തിന് ദോഷകരമെന്ന വിദഗ്ധർ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.